നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷം രാജ്യത്തെ വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്നും വിഷയത്തിൽ ചർച്ച അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे। हाँ दें, आप सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम ज़रूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें। ठीक है, आप डेडिकेटेड डिस्कशन। अब बात यह है कि दो फोर्सेस हैं, एक तरफ नहीं माने ओके। രാജ്യസഭയിൽ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിഷയമുന്നയിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച പാർലമെന്റ് നടപടികൾ പുനരാരംഭിച്ചു. വീണ്ടും സഭയിൽ ബഹളമാണ്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ കെ, ഇതിലിപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുമ്പോൾ അത് രാഷ്ട്രപതി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് എന്ന ന്യായവാദങ്ങളൊക്കെയാണോ ഭരണപക്ഷം ഉയർത്തുന്നത്? ഇപ്പോൾ രണ്ടാമതും ബഹളമാണോ പാർലമെന്റിൽ? തീർച്ചയായിട്ടും അനുജ. രണ്ട് സഭകളിലും ഇപ്പോഴും വീണ്ടും ബഹളമുണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സഭ സമ്മേളിക്കുന്ന സമയത്ത് രണ്ടാമത് സമ്മേളിക്കുന്ന സമയത്ത് ഒരു അംഗത്തിന്റെ സത്യപ്രതിജ്ഞയായിരുന്നു ബംഗാളിൽ നിന്നുള്ള നൂറുൽ ഇസ്ലാമിന്റെ. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നത്. നീറ്റ് അടക്കമുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കേന്ദ്ര പരീക്ഷകൾ, ആ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ്യത കേന്ദ്ര നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ സർക്കാർ അതിന് വഴങ്ങുന്നില്ല. സർക്കാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടുത്തളത്തിലിറങ്ങി ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യസഭയിൽ നേരത്തെ നടുത്തളത്തിലിറങ്ങി പ്രക്ഷോഭം നടത്താനായിട്ട് അംഗങ്ങൾ ശ്രമിച്ചപ്പോൾ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ചെയർമാൻ റൂളിംഗ് നൽകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ലോക്സഭയിൽ ഈ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീറ്റ് വിഷയത്തിലാണെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്.